ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റഡ് ജേർണീസ്. ഇന്ന് നമ്മളിത് ഈ മലയിലാണ് ഹൈക്കിന് പോകുന്നത്. ഈ മല കയറുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കുമെന്ന്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല രസമുള്ള വ്യൂസാണ്. ഈ ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതെൻ്റെ ജീവിതത്തിലെ ഒരു മീഡിയം ഹൈക്കായിരിക്കുമെന്ന്. ചുമ്മാ ഒരു ദിവസം ശനിയാഴ്ച അവധി കിട്ടിയപ്പോൾ അങ്ങ് ഇറങ്ങിയെന്നുള്ളൂ. പക്ഷേ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ ഫോൾസിലേക്ക് ഒരു 3-4 ട്രാക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്, ലോവറും ടോപ്പും. അപ്പോൾ ലോവർ എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നുണ്ട്. 45 മിനിറ്റ് ഉണ്ട് ലോവറിലേക്ക്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. വഴി മുഴുവൻ ഇതുപോലത്തെ കല്ലുകളായിരുന്നു. നല്ല പാടായിരുന്നു നടക്കാൻ. ചില സ്ഥലത്ത് റോഡൊക്കെ നല്ല നാരോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും വലിയ ഹൈക്കിന് ആദ്യമായിട്ട് പോകുന്നത്. നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചെറിയ കുട്ടികളും അതുപോലെ ഇവിടുത്തെ വിദേശികളായ നല്ല പ്രായമുള്ള അമ്മൂമ്മമാർ വരെ ശരിക്കും നന്നായിട്ട് ഓടി കയറുന്നു കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് എനിക്കും കൊതിയായി. പക്ഷേ എന്നെക്കൊണ്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പകുതി വഴി എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു തിരിച്ചു പോയാലോ എന്ന്. പക്ഷേ നമ്മളങ്ങനെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. ചെറിയ ചെറിയ പാലങ്ങൾ കടന്നിട്ട് വേണം അങ്ങനെ മുകളിലേക്ക് നമ്മൾ പോകാൻ. അപ്പോൾ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ചെറിയ പാതകളൊക്കെ കാണാം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല തണുപ്പും. എന്താ പറയുക, എനിക്കറിയില്ല ഇതെങ്ങനെ പറയണമെന്ന്. എൻ്റെ ഈ മൊബൈൽ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും അത്രയൊന്നും കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഇനിയും നടക്കാൻ കുറേ ഉണ്ട്. വഴിയിലൊക്കെ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്തോരം ഉണ്ടെന്ന്. പക്ഷേ അവർ നമുക്ക് നല്ലൊരു പ്രോത്സാഹനം തരുന്നുണ്ടായിരുന്നു. ഇത്തിരി കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നടന്ന് കുറേ ദൂരം എത്തുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പിന്നെയും മുമ്പോട്ട് പോകാൻ തോന്നി. ന്യൂസിലാൻഡിലെ നോർത്ത് ലാൻഡിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഏകദേശം ഒരു 153 മീറ്റർ ഉയരമുണ്ട്. ആ വാട്ടർഫാളിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെയൊന്നും ശരിക്കും വഴികളില്ല, എന്നാലും ആളുകൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് പാറയൊക്കെ ഇടിഞ്ഞു പോകുന്നതുകൊണ്ട് ഈ വഴികൾ പോയതായിരിക്കുമെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് ഈ പാറയിൽ നിന്നൊക്കെ ഇങ്ങനെ ചുമന്ന വെള്ളം പോലെ, അതായത് എനിക്ക് തോന്നുന്നു ഇതിനകത്തുനിന്നുള്ള വല്ല മിനറൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു റെഡ് കളറൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ താങ്ക് യു.
തിരിച്ചു പോയാലോ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇത് കണ്ടത്. നൂല് പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഓർന്നിറങ്ങാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് പോയി കിടക്കുകയാണ്. പക്ഷെ എന്നാൽ ഇത്രയും വന്നതല്ലേ, കുറച്ചും കൂടെ നടന്ന് മുകളിലെ ഭാഗം ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മുകളിലേക്ക് പോകാൻ തന്നെ ശ്രമിച്ചു. ഒരു 25 മിനിറ്റും കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഒരു ഫാമിലി പറഞ്ഞു. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് 25 മിനിറ്റും കൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നാലും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. $25 ഉള്ളൂ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് ഇതേപോലെ വലിയൊരു ലാഡർ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടേ. ഇത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ദൈവമേ ഇതെങ്ങനെ കയറി പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ കൊച്ചു കുട്ടികളൊക്കെ ഓടി കയറുന്നത് കണ്ടപ്പോൾ നമുക്കൊരാവേശം തോന്നി. ഞാനും കയറാതെ വേറെ വഴിയില്ല, തിരിച്ചു പോകാനും തോന്നിയില്ല, ഇന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇത് കയറി. വലിയ സ്റ്റെപ്പുകളാണ്, കുറേയധികം ദൂരെ നിന്നാണ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി വന്നത്. ഞാൻ അണച്ചാകെ തവിടുപൊടിയായി. ശരിക്കും പറഞ്ഞത് വലിയൊരു ഫോറസ്റ്റാണ്. ഈ ചെറിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഷൂ ഒക്കെ നല്ല ഈ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ഷൂസ് വേണം ധരിച്ചിട്ട് ഇവിടെ വരാൻ. എൻ്റെ ഷൂ ഒക്കെ തവിട് പൊടിയായിരുന്നു. കുറേ നേരത്തിന് ശേഷം ഇവിടെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത്. അവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. എൻ്റെ ദൈവമേ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ശരിക്കും വിചാരിച്ചു. ഇതെന്ത് ചെറിയ വെള്ളമാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല തെളിഞ്ഞ വെള്ളം. എനിക്ക് തോന്നുന്നു ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ആ മറ്റുള്ള ട്രാക്കുകളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്പുറത്ത് വെള്ളച്ചാട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ എന്തായാലും ഇവിടം വരെ എത്തിയപ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങൾ പിന്നെ മുമ്പോട്ട് നടന്നു. അങ്ങനെ അവസാനം നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇത് നോക്കിയ ഫ്രണ്ട്സ്, എന്ത് ഭംഗിയാന്ന് നോക്കി. എൻ്റെ ദൈവമേ, ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു എനിക്ക് എന്തോ കിട്ടിയ ഒരു സന്തോഷമായിപ്പോയി. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നി. ഭയങ്കര കാറ്റാണ് ഫ്രണ്ട്സ്. ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് അടിക്കാവുന്ന കാഴ്ചയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെയുള്ള പാടശേഖരങ്ങളും ഒക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ കാറ്റ് ഇങ്ങനെ അടിക്കണതിൻ്റെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്. അത് 150 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ. അയ്യോ, ഏകദേശം 2 മണിക്കൂർ കൂടുതൽ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. കാര്യം അവർ 1.5 മണിക്കൂറിന് കയറിയിട്ടുണ്ടെങ്കിലും എന്നെപ്പോലെ ഉള്ളവർക്കൊക്കെ 2 മണിക്കൂർ എന്തായാലും എടുക്കും. കാരണം ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഹൈക്കിങ്ങിന് പോയിട്ട് വല്ല പ്രാക്ടീസൊന്നും ഇല്ലല്ലോ. നല്ല തണുപ്പാണ് ഫ്രണ്ട്സ് വെള്ളത്തിന്. ഞാൻ കയ്യിൽ നിന്ന് തൊട്ടിട്ട് എൻ്റെ കൈ ശരിക്കും മരവിച്ച് പോയി. ഞാൻ ചുമ്മാ അതിങ്ങനെ കാണിച്ചതായിരുന്നു. പക്ഷെ കുറേ നേരത്തേക്ക് എൻ്റെ കൈ മരവിച്ചിരിക്കുമായിരുന്നു. ശരിക്കും കുറേ ആളുകൾ ഈ എഡ്ജിലൊക്കെ പോയിരിക്കുന്ന ഫോട്ടോസ് കണ്ടു. പക്ഷേ നമ്മളത്രയും റിസ്ക് ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റി നമ്മൾ നോക്കണം.
കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ ഒന്ന് മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണിത്.